ഹലോ ട്രെയിനീസ്, സ്വാഗതം. ഈ സെഷനിൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ വിസിറ്റ് എന്നത് സംബന്ധിച്ച കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇന്ത്യയുടെ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് അറിയാനും ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനെ കുറിച്ച് പഠിക്കാനും സിംഗിൾ ലൈൻ ഡയഗ്രത്തെ പറ്റി കൂടുതൽ അറിവ് നേടാനും സാധിക്കും. ഇത് കൂടാതെ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ എക്യുപ്മെൻറ്റുകളുടെ ലിസ്റ്റ് ചെയ്യുക, സബ്സ്റ്റേഷൻ്റെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ വിസിറ്റ് ചെയ്യുക തുടങ്ങിയ ടാസ്കുകളുമുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനിലെ വിവിധ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റുകളുടെ ലേഔട്ട് തയ്യാറാക്കി ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സബ്സ്റ്റേഷൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കാനും പ്രാപ്തരാകണം. ഇന്ത്യയുടെ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിനെ കുറിച്ച് പഠിച്ച് നമുക്ക് സെഷൻ ആരംഭിക്കാം. പവർ സ്റ്റേഷനുകളെയും പ്രധാന സബ്സ്റ്റേഷനുകളെയും കണക്ട് ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശത്തെ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ നെറ്റ്വർക്കാണ് നാഷണൽ ഗ്രിഡ്. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് നാഷണൽ ഗ്രിഡ് വരുന്നത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പവർ സിസ്റ്റം ഓപ്പറേഷൻ കോർപ്പറേഷനാണ് നാഷണൽ ഗ്രിഡിനെ നിയന്ത്രിക്കുന്നത്. ലോകത്ത് നിലവിൽ പ്രവർത്തിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഏകകാലികമായ വലിയ ഗ്രിഡുകളിൽ ഒന്നാണിത്. സബ്സ്റ്റേഷനുകളെ അവയുടെ വോൾട്ടേജ് ക്ലാസ്, പവർ സിസ്റ്റത്തിനുള്ളിലെ ഉപയോഗം, മിക്ക കണക്ഷനുകളും ഇൻസൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി, ഉപയോഗിച്ച സ്ട്രക്ചറിന്റെ സ്റ്റൈൽ, മെറ്റീരിയലുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി തരംതിരിക്കാം. ഈ കാറ്റഗറികൾ ഡിസ്ജോയിന്റഡ് അല്ല. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക പ്രശ്നം സോൾവ് ചെയ്യുന്നതിനായി ഒരു ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷനിൽ സിഗ്നിഫിക്കന്റ് ആയ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും ഉൾപ്പെടുത്തേണ്ടി വന്നേക്കാം. രണ്ടോ അതിലധികമോ ട്രാൻസ്മിഷൻ ലൈനുകളെ കണക്ട് ചെയ്യുന്നതിനാണ് ഒരു ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷൻ ഉപയോഗിക്കുന്നത്. എല്ലാ ട്രാൻസ്മിഷൻ ലൈനുകളിലും ഒരേ വോൾട്ടേജ് ഉള്ളതാണ് ഏറ്റവും ലളിതമായ സന്ദർഭം. ഇത്തരം സന്ദർഭങ്ങളിൽ സബ്സ്റ്റേഷനിലെ ഉയർന്ന വോൾട്ടേജ് സ്വിച്ചുകൾ വഴി ലൈനുകൾ കണക്ട് ചെയ്യുന്നതിനോ ഐസൊലേറ്റ് ചെയ്യുന്നതിനോ ഫോൾട്ട് ക്ലിയറൻസിനോ മെയിൻ്റനൻസിനോ വേണ്ടി അനുവദിക്കുന്നു. ഒരു ട്രാൻസ്മിഷൻ സ്റ്റേഷനിൽ രണ്ട് ട്രാൻസ്മിഷൻ വോൾട്ടേജുകൾ, വോൾട്ടേജ് കൺട്രോൾ അല്ലെങ്കിൽ പവർ ഫാക്ടർ കറക്ഷൻ ഡിവൈസുകൾ, കപ്പാസിറ്ററുകൾ, റിയാക്ടറുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റിക് VAR കോമ്പൻസേറ്ററുകൾ, രണ്ട് അഡ്ജസന്റ് പവർ സിസ്റ്റങ്ങൾക്കിടയിലുള്ള പവർ ഫ്ലോ നിയന്ത്രിക്കാൻ ഫേസ് ഷിഫ്റ്റിംഗ് ട്രാൻസ്ഫോമറുകൾ പോലുള്ള ഡിവൈസുകൾ എന്നിവ ഉണ്ടായിരിക്കണം. ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷനുകൾ സിമ്പിൾ മുതൽ കോംപ്ലക്സ് വരെ ആകാം. IEC സ്റ്റാൻഡേർഡ് 61850 പോലെയുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾ ഇംപ്ലിമെന്റ് ചെയ്ത് ആധുനിക സബ്സ്റ്റേഷനുകൾ നടപ്പിലാക്കാം. എന്നാൽ കൺസ്യൂമേഴ്സ് വലിയ അളവിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ മെയിൻ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യുന്നത് ലാഭകരമല്ല. അതുകൊണ്ട് ലോക്കൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേഷൻ വോൾട്ടേജ് അനുയോജ്യമായ ലെവലിലേക്ക് കുറയ്ക്കുന്നു. ഒരു ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷന്റെ ഇൻപുട്ട് സാധാരണയായി കുറഞ്ഞത് 2 ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ സബ്സ്റ്റേഷൻ ലൈനുകളാണ്. ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനുകൾ ട്രാൻസ്മിഷനിലോ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലോ ഉള്ള തകരാറുകളെ വേർതിരിക്കുന്നു. ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ ഒരു ഗ്രാഫിക് അല്ലെങ്കിൽ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഉപയോഗിച്ച് ചിത്രീകരിക്കാം. ഇത് ലൈൻ ഡയഗ്രാം എന്നറിയപ്പെടുന്നു. പൂർണ്ണമായ സിസ്റ്റമോ അതിന്റെ ഒരു ഭാഗമോ കാണിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. കംപ്ലീറ്റ് സിസ്റ്റം അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം കാണിക്കാൻ ഒരു സിംഗിൾ ലൈൻ ഉപയോഗിക്കുന്നു. സിമ്പിൾ DC സർക്യൂട്ടുകളോ കോംപ്ലക്സ് 3-ഫേസ് സിസ്റ്റമോ പോലും കാണിക്കാൻ കഴിയുന്നതിനാൽ ഇത് അനുയോജ്യവും എല്ലാം ഉൾപ്പെടുത്താൻ കഴിയുന്നതുമാണ്. സിംഗിൾ ലൈൻ ഡയഗ്രാം നോക്കുമ്പോൾ ഏറ്റവും ഹൈ വോൾട്ടേജ് ഉള്ളിടത്ത് ടോപ്പിൽ നിന്ന് ആരംഭിച്ച് ലോ വോൾട്ടേജിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിൽ നോക്കണം. വോൾട്ടേജുകളും അവയുടെ പാത്തും സ്ട്രൈറ്റ് ആയി വയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് 3 ഘട്ടങ്ങളിലൂടെ എളുപ്പത്തിൽ വിശദീകരിക്കാം. സിംഗിൾ ലൈൻ ഡയഗ്രാം 3 സ്റ്റെപ്പുകളിലായി നമുക്ക് മനസ്സിലാക്കാം. സ്റ്റെപ്പ് 1, മുകളിൽ നിന്ന് ആരംഭിച്ച് ഒരു ട്രാൻസ്ഫോമർ മുഴുവൻ സിസ്റ്റത്തിലേക്കും പവർ നൽകുന്നു. ഇന്ത്യയുടെ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിനെ കുറിച്ച് പഠിച്ച് നമുക്ക് സെഷൻ ആരംഭിക്കാം. പവർ സ്റ്റേഷനുകളെയും പ്രധാന സബ്സ്റ്റേഷനുകളെയും കണക്ട് ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശത്തെ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ നെറ്റ്വർക്കാണ് നാഷണൽ ഗ്രിഡ്. ഈ ഹൊറിസോണ്ടൽ ഒരു ഇലക്ട്രിക്കൽ ബസിനെ പ്രതിനിധീകരിക്കുന്നു. ഇത് മറ്റ് ഏരിയകളിലേക്കോ സർക്യൂട്ടുകളിലേക്കോ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. കീഴിലുള്ള പവർ സിസ്റ്റം ഗ്രിഡുകളിൽ ഒന്നാണിത്. 3.1
സബ്സ്റ്റേഷനുകളെ അവയുടെ വോൾട്ടേജ് ക്ലാസ്, പവർ സിസ്റ്റത്തിനുള്ളിലെ ഉപയോഗം, മിക്ക കണക്ഷനുകളും ഇൻസൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി, ഉപയോഗിച്ച സ്ട്രക്ചറിന്റെ സ്റ്റൈൽ, മെറ്റീരിയലുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി തരംതിരിക്കാം. 3.2 രണ്ടോ അതിലധികമോ ട്രാൻസ്മിഷൻ ലൈനുകളെ കണക്ട് ചെയ്യുന്നതിനാണ് ഒരു ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷൻ ഉപയോഗിക്കുന്നത്. എല്ലാ ട്രാൻസ്മിഷൻ ലൈനുകളിലും ഒരേ വോൾട്ടേജ് ഉള്ളതാണ് ഏറ്റവും ലളിതമായ സന്ദർഭം. സബ്സ്റ്റേഷനിലെ ഉയർന്ന വോൾട്ടേജ് സ്വിച്ചുകൾ വഴി ലൈനുകൾ കണക്ട് ചെയ്യുന്നതിനോ ഐസൊലേറ്റ് ചെയ്യുന്നതിനോ ഫോൾട്ട് ക്ലിയറൻസിനോ മെയിൻ്റനൻസിനോ വേണ്ടി അനുവദിക്കുന്നു. ഒരു ട്രാൻസ്മിഷൻ സ്റ്റേഷനിൽ രണ്ട് ട്രാൻസ്മിഷൻ വോൾട്ടേജുകൾക്കിടയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള വോൾട്ടേജ് കൺട്രോൾ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ സ്റ്റേഷനിൽ രണ്ട് ട്രാൻസ്മിഷൻ വോൾട്ടേജുകൾക്കിടയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള വോൾട്ടേജ് കൺട്രോൾ അല്ലെങ്കിൽ പവർ ഫാക്ടർ കണക്ഷൻ ഡിവൈസുകൾ അടങ്ങിയിട്ടുണ്ട്. ഇവയിൽ കപ്പാസിറ്റർ, ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ നിന്ന് ഒരു പ്രദേശത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. എന്നാൽ കൺസ്യൂമേഴ്സ് വലിയ അളവിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ മെയിൻ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യുന്നത് ലാഭകരമാണ്. ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേഷൻ വോൾട്ടേജ് അനുയോജ്യമായ ലെവലിലേക്ക് കുറയ്ക്കുന്നു. ഒരു ഡിസ്ട്രിബ്യൂഷൻ സാധാരണയായി കുറഞ്ഞത് 2 ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ സബ്സ്റ്റേഷൻ ലൈനുകളാണ്. ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനുകൾ ട്രാൻസ്മിഷനിലോ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലോ ഉള്ള തകരാറുകളെ വേർതിരിക്കുന്നു. 4.1 ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ ഒരു ഗ്രാഫിക് അല്ലെങ്കിൽ പിക്ചോറിയൽ ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ ഒരു ഗ്രാഫിക് അല്ലെങ്കിൽ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഉപയോഗിച്ച് ചിത്രീകരിക്കാം. ഇത് ലൈൻ ഡയഗ്രാം എന്നറിയപ്പെടുന്നു. പൂർണ്ണമായ സിസ്റ്റമോ അതിന്റെ ഒരു ഭാഗമോ കാണിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാം എല്ലായ്പ്പോഴും ഏറ്റവും ഉയർന്ന വോൾട്ടേജ് ഉള്ളിടത്ത് അഥവാ മുകളിൽ നിന്ന് ആരംഭിച്ച് ഏറ്റവും താഴ്ന്ന വോൾട്ടേജിലേക്ക് പോകണം. ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷനുകൾ സിമ്പിൾ മുതൽ കോംപ്ലക്സ് വരെയാകാം. IEC സ്റ്റാൻഡേർഡ് 61850 പോലെയുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് മോഡേൺ സബ്സ്റ്റേഷനുകൾ നടപ്പിലാക്കാം. 4.2 സിംഗിൾ ലൈൻ ഡയഗ്രാം 3 സ്റ്റെപ്പുകളിലായി നമുക്ക് മനസ്സിലാക്കാം. താഴ്ത്തുന്നു. വോൾട്ടേജ് കുറച്ചു കഴിഞ്ഞാൽ ഒരു ഡ്രോ ഔട്ട് സർക്യൂട്ട് ബ്രേക്കർ അഥവാ A1ലേക്ക് കണക്ട് ചെയ്യുന്നു. ഇത് ഹെവിയും ഹൊറിസോണ്ടലുമായ ഒരു രേഖയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഈ ഹൊറിസോണ്ടൽ ലൈൻ ഒരു ഇലക്ട്രിക്കൽ ബസിനെ പ്രതിനിധീകരിക്കുന്നു. താഴെ പറയുന്നവയാണ് പ്രധാന ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ എക്യുപ്മെന്റുകൾ. ഡിജിറ്റൽ മൾട്ടിമീറ്റർ പോലുള്ള പരമ്പരാഗത ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ച് അളക്കാവുന്ന സേഫും പ്രാക്ടിക്കലുമായ ഹയർ കറണ്ടും വോൾട്ടേജും കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിക് ഡിവൈസാണ് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമറുകൾ. ഉയർന്ന അളവിലുള്ള കറണ്ട് അളക്കാൻ കറണ്ട് ട്രാൻസ്ഫോമർ അഥവാ CT ഉപയോഗിക്കുന്നു. ഈ ട്രാൻസ്ഫോമറുകൾ അളക്കേണ്ട കറണ്ടിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. അതിനാൽ ഇത് ഒരു നോർമൽ റേഞ്ച് അമ്മീറ്റർ ഉപയോഗിച്ച് അളക്കാൻ കഴിയും. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറുകൾ അഥവാ PT വോൾട്ടേജ് ട്രാൻസ്ഫോമറുകൾ എന്നും അറിയപ്പെടുന്നു. ഇവ അടിസ്ഥാനപരമായി വളരെ കൃത്യമായ ടേൺ റേഷ്യോ ഉള്ള ട്രാൻസ്ഫോമറുകളാണ്. കണ്ടക്ടറുകൾ ഇലക്ട്രോണുകളെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ അനുവദിക്കുന്ന ധാരാളം വാലൻസ് ഇലക്ട്രോണുകളുള്ള ഒരു വസ്തുവാണ് കണ്ടക്ടർ. സാധാരണയായി കണ്ടക്ടറുകൾക്ക് 1, 2, 3 ഇലക്ട്രോണുകളുടെ നിരവധി വാലൻസ് ഷെല്ലുകൾ ഉണ്ട്. മിക്ക മെറ്റലുകളും കണ്ടക്ടറുകളാണ്. കോപ്പർ, അലുമിനിയം, സിങ്ക്, ലെഡ്, ടിൻ, യുറീക്ക, നിക്രോം തുടങ്ങിയവയാണ് പൊതുവെ ഉപയോഗത്തിലുള്ള ചില നല്ല കണ്ടക്ടറുകൾ. അതേസമയം വെള്ളിയും സ്വർണവും വളരെ നല്ല കണ്ടക്ടറുകളാണ്. ഇൻസുലേറ്ററുകൾ മെറ്റീരിയലുകളുടെ ഇലക്ട്രോണുകളുടെ ഫ്ലോ അനുവദിക്കാത്ത മെറ്റീരിയലാണ് ഇൻസുലേറ്റർ. സാധാരണയായി ഇൻസുലേറ്ററുകൾക്ക് 5, 6 അല്ലെങ്കിൽ 7 ഇലക്ട്രോണുകളുടെ ഫുൾ ബാലൻസ് ഷെല്ലുകളാണ്. എയർ, ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്, പേപ്പർ, പോർസലൈൻ, PVC, ഫൈബർ, മൈക്ക തുടങ്ങിയവയാണ് ചില സാധാരണ ഇൻസുലേറ്ററുകൾ. ഐസൊലേറ്ററുകൾ ഒരു സ്വിച്ചാണ് ഐസൊലേറ്റർ. ഓട്ടോമാറ്റിക് ട്രിപ്പിങ്ങിനായി ഇവ ഉപയോഗിക്കാൻ കഴിയില്ല. ലോഡിലോ ഷോർട്ട് സർക്യൂട്ടിലോ സർക്യൂട്ട് ക്ലോസ് ചെയ്യുന്നതിനോ ബ്രേക്ക് ചെയ്യുന്നതിനോ ഐസൊലേറ്ററുകൾ ഉപയോഗിക്കാനാകില്ല. ബസ് ബാറുകൾ സബ്സ്റ്റേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ബസ് ബാർ. നിരവധി കണക്ഷനുകളുള്ള ഒരു പോയിന്റിലേക്ക് കറണ്ട് കൊണ്ടുപോകുന്ന ഒരു കണ്ടക്ടറാണിത്. ഹൈ വോൾട്ടേജുകളിൽ നിന്ന് സബ്സ്റ്റേഷനെ സംരക്ഷിക്കുന്ന എക്യുപ്മെന്റ് ആണ് ലൈറ്റ്നിങ് അറസ്റ്ററുകൾ. കറണ്ടിന്റെ ഫ്ലോയുടെ ആംപ്ലിറ്റ്യൂഡും ഡ്യൂറേഷനും പരിമിതപ്പെടുത്തുകയാണ് ഇവയുടെ ധർമ്മം. സർക്യൂട്ട് ബ്രേക്കറുകൾ
നോർമൽ കണ്ടീഷനിൽ കറണ്ട് നിർമ്മിക്കാനും കൊണ്ടുപോകാനും ബ്രേക്ക് ചെയ്യാനും ഷോർട്ട് സർക്യൂട്ട് പോലെയുള്ള അസാധാരണ സാഹചര്യങ്ങളിൽ കറണ്ടിനെ ഓഫ് ചെയ്യാനും കഴിവുള്ള ഒരു മെക്കാനിക്കൽ സ്വിച്ചിംഗ് ഡിവൈസ് ആണ് സർക്യൂട്ട് ബ്രേക്കർ. റിലേകൾ മെയിൻ സർക്യൂട്ടിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒരു ഓക്സിലറി സർക്യൂട്ട് ഓപ്പൺ ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ഡിവൈസാണ് റിലേ. കപ്പാസിറ്റർ ബാങ്കുകൾ സമാനഗതിയിലുള്ള നിരവധി കപ്പാസിറ്ററുകളുടെ ഒരു കൂട്ടമാണ് കപ്പാസിറ്റർ ബാങ്ക്. അവ പാരലലായോ സീരീസായോ കണക്ട് ചെയ്തിരിക്കുന്നു. ഇവ പവർ ഫാക്ടർ കറക്ഷനും സബ്സ്റ്റേഷന്റെ സർക്യൂട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. ബാറ്ററികൾ എമർജൻസി ലൈറ്റിംഗ്, റിലേ സിസ്റ്റം, ഓട്ടോമേറ്റഡ് കൺട്രോൾ സർക്യൂട്ട് തുടങ്ങിയ പ്രധാനപ്പെട്ട സബ്സ്റ്റേഷൻ ഭാഗങ്ങളിൽ ചിലത് ബാറ്ററികളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. വേവ് ട്രാപ്പർ ഉയർന്ന ആവൃത്തിയിലുള്ള തരംഗങ്ങളെ ട്രാപ്പ് ചെയ്യുന്നതിനായി ഇൻകമിംഗ് ലൈനുകളിൽ വേവ് ട്രാപ്പർ സ്ഥാപിച്ചിരിക്കുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഫീഡറുകൾ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനുകളിൽ നിന്ന് കൺസ്യൂമേഴ്സിന്റെ അഥവാ ഉപഭോക്താക്കളുടെ അടുത്തേക്ക് വൈദ്യുതി എത്തിക്കുന്നു. ഫീഡറുകൾ സ്ട്രീറ്റ്സ് ഓവർഹെഡ്, ചില സന്ദർഭങ്ങളിൽ അണ്ടർഗ്രൗണ്ടുകളിലും റൺ ചെയ്യുന്നു. കൂടാതെ കൺസ്യൂമേഴ്സിന്റെ പ്രിമൈസുകളിലേക്കും പവർ എത്തിക്കുന്നു. എന്നിവ കാണിക്കുന്ന സബ്സ്റ്റേഷന്റെ സ്കീമാറ്റിക് റെപ്രസെന്റേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിന്റെയും സിസ്റ്റത്തിന്റെയും നോൺ കണ്ടക്റ്റീവ് മെറ്റൽ ബോഡി അല്ലെങ്കിൽ പാർട്ടുകൾ ലോ റെസിസ്റ്റൻസ് കണ്ടക്ടറുകളിലൂടെ എർത്തുമായി കണക്ട് ചെയ്യുന്നതിനെ എർത്തിങ് എന്ന് വിളിക്കുന്നു. ഒരു ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷന്റെ എർത്തിങ്ങിനെ രണ്ട് പ്രധാന ഭാഗങ്ങളാക്കി തിരിക്കാം: സിസ്റ്റം എർത്തിങ്ങും എക്യുപ്മെന്റ് എർത്തിങ്ങും. സിസ്റ്റം എർത്തിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറുകളുമായി ബന്ധപ്പെട്ട എർത്തിങ് സാധാരണയായി സിസ്റ്റത്തിന്റെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇതാണ് സാധാരണയായി സിസ്റ്റം എർത്തിങ് എന്നറിയപ്പെടുന്നത്. ജനറേറ്റിംഗ് സ്റ്റേഷനുകളിലും സബ്സ്റ്റേഷനുകളിലും സിസ്റ്റം എർത്തിങ് നടത്തുന്നു. കറണ്ട് ഉപയോഗിക്കാതെ മനുഷ്യജീവന്റെയും മൃഗങ്ങളുടെയും സ്വത്തിന്റെയും സുരക്ഷിതത്വത്തിന് ആവശ്യമായ മെറ്റൽ വർക്കിങ്ങും കണ്ടക്ടറുകളും ക്രമീകരിച്ച എർത്തിങ് സംവിധാനമാണ് എക്യുപ്മെന്റ് എർത്തിങ്. ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സബ്സ്റ്റേഷൻ തുടങ്ങിയ വാക്കുകൾ നിങ്ങൾക്ക് ഇപ്പോൾ പരിചിതമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ധാരണ പരിശോധിക്കാൻ കുറച്ച് ടാസ്കുകൾ നോക്കാം. ഡ്രോയിങ് ഷീറ്റ്, പെൻസിൽ, എറേസർ, സ്കെയിൽ തുടങ്ങിയ സാധനങ്ങൾ ഈ ടാസ്ക് ചെയ്യാനായി കയ്യിൽ കരുതുക. ഇൻസ്ട്രക്ടർ ട്രെയിനികളെ അടുത്തുള്ള ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ മെയിൻ സബ്സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയും ഉപകരണങ്ങളുടെ പേര്, അവയുടെ സ്പെസിഫിക്കേഷൻ, വർക്കിംഗ് എന്നിവ വിശദീകരിക്കുകയും സബ്സ്റ്റേഷൻ സന്ദർശിക്കുമ്പോൾ സുരക്ഷാ റെഗുലേഷനുകൾ പാലിക്കാൻ ട്രെയിനികളോട് നിർദ്ദേശിക്കുകയും ചെയ്യാം. ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനുകളുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുക. കൂടാതെ ട്രാൻസ്ഫോമറുകൾ, ഫീഡറുകൾ, സർക്യൂട്ട് ബ്രേക്കറുകൾ, ഐസൊലേറ്റർ, CT, PT തുടങ്ങിയ ജനറേറ്റർ മുതൽ കൺസ്യൂമർ വരെയുള്ള വിവിധ എക്യുപ്മെന്റുകൾ കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ആദ്യ ദൗത്യം. ട്രാൻസ്മിഷൻ മുതൽ ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷന്റെ പ്രവർത്തനം ക്രമമായി മനസ്സിലാക്കുക. എർത്തിങ് സിസ്റ്റം കൃത്യമായി ശ്രദ്ധിക്കുക. സിസ്റ്റം എർത്തിങ് നൽകിയിട്ടുള്ള മെയിൻ സബ്സ്റ്റേഷൻ മനസ്സിലാക്കുക. എർത്ത് പിറ്റിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന എർത്ത് റെസിസ്റ്റൻസിന്റെ വ്യത്യസ്ത മൂല്യങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും കുറഞ്ഞ എർത്ത് റെസിസ്റ്റൻസ് മൂല്യവും ക്രമരഹിതമായ മൂല്യവും ആവശ്യമുള്ള എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. ഫീഡറുകൾ തമ്മിലുള്ള ബന്ധത്തിന് ഉപയോഗിക്കുന്ന ഹോളോ കണ്ടക്ടറുകളെ തിരിച്ചറിയുക. നൽകിയിരിക്കുന്ന ഫോർമാറ്റിൽ വിശദാംശങ്ങൾ നൽകുക. നിങ്ങളുടെ അടുത്ത ദൗത്യം എക്യുപ്മെന്റുകൾ കൃത്യമായി കണ്ടെത്തുകയും നിങ്ങൾ സന്ദർശിച്ച ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷന്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വരച്ച സിംഗിൾ ലൈൻ ഡയഗ്രാം നിങ്ങളുടെ ഇൻസ്ട്രക്ടർക്ക് പരിശോധിക്കാനായി നൽകുക. നിങ്ങളുടെ റഫറൻസിനുള്ള ഡയഗ്രാമുകൾ ഇവയാണ്. ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ വിസിറ്റ് എന്ന് ലക്ഷ്യമാക്കിയുള്ള ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സെഷന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇന്ത്യയുടെ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് അറിയാനും ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനെ കുറിച്ച് പഠിക്കാനും സിംഗിൾ ലൈൻ ഡയഗ്രത്തെ പറ്റി കൂടുതൽ അറിവ് നേടാനും സാധിച്ചുവെന്ന് കരുതുന്നു. ഇത് കൂടാതെ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ എക്യുപ്മെന്റ് ലിസ്റ്റ് ചെയ്യുക, സബ്സ്റ്റേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ സന്ദർശിക്കുക തുടങ്ങിയ ടാസ്കുകളും പൂർത്തിയാക്കി കഴിഞ്ഞല്ലോ. ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷനുകളിലെ വിവിധ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ലേഔട്ട് തയ്യാറാക്കി ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷന്റെ സിംഗിൾ ലൈൻ ഡയഗ്രം വരയ്ക്കാനും ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുമെന്ന്